ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു നാടിനെ മുഴുവനും കണ്ണീരിലാഴ്ത്തിയിട്ട് പടച്ചോന് സമ്പത്ത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രയാസപ്പെടുന്ന ഈ വഖഫ് ബോർഡ് ആളുകൾ ഇവരെന്താണ് ഈ രാജ്യത്തിന് വിഭാവനം ചെയ്യുന്ന ആശയം? ഇവരെന്ത് സന്ദേശമാണ് ഈ രാജ്യത്തിന് നൽകുന്നത്? ഇവർക്ക് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവർക്ക് യഥേഷ്ടം ആനുകൂല്യങ്ങൾ നൽകി, സംവരണങ്ങൾ നൽകി, ഈ രാജ്യം തന്നെ പിടിച്ചടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് നൽകി. അതിന് വേണ്ടുന്ന വഴി അവർ തന്നെ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ പാകിസ്ഥാൻ വിഭജിച്ച സമയത്ത് ഇവിടെ നിന്നുള്ള ഒരുപാട് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയി. പാകിസ്ഥാനിൽ നിന്ന് ഒരുപാട് ഹിന്ദുക്കൾ ഇന്ത്യയിലേക്കും വന്നു. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദുക്കളുടെ സമ്പത്ത് മുഴുവനും മുസ്ലിങ്ങൾക്കായിട്ട് ഭാഗിച്ചു കൊടുത്തു. ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങളുടെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് തന്നെ ഭാഗിച്ചു കൊടുക്കുന്നു. ആർക്ക്? വഖഫ് ബോർഡിന്. പാകിസ്ഥാൻ അവിടെയുണ്ടായിരുന്ന മുസ്ലിങ്ങളിലെ പാവങ്ങൾക്കാണ് ഭാഗിച്ചു കൊടുത്തതെങ്കിൽ അത്ര പോലും നൈതികതയുള്ള ഒരു പ്രവർത്തനം ഇന്ത്യക്കകത്ത് നിന്നുണ്ടായിട്ടില്ല. ഇന്ത്യക്കകത്ത് വീണ്ടും അതുപോലെ ഒരു സംവിധാനത്തെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിൻ്റെ പേരാണ് വഖഫ് ബോർഡ്. ഇങ്ങനെ ഒരു ജനതയെ മുഴുവനും പെരുവഴിയിൽ ഇറക്കി അവരുടെ കിടപ്പാടം വരെ തട്ടിപ്പറിക്കുന്ന ഒരു രീതിക്ക് ഇവർ പറയുന്നത് ഹലാൽ വഖഫ്. കൊള്ളാലോ. ഒരു വ്യക്തി അവരുടെ സമ്പത്ത് അള്ളാഹുവിനു വേണ്ടി പൂർണ്ണ മനസ്സോടുകൂടിയും തൃപ്തിയോടുകൂടിയും നൽകുന്നതിനല്ലേ വഖഫ് എന്ന് പറയുക. മരണശേഷവും എനിക്ക് പ്രതിഫലം ലഭിക്കണം, പരലോകത്ത് എനിക്കിതൊരു മുതൽക്കൂട്ടായിട്ട് മാറണം, അതിനുവേണ്ടിയാണ് അള്ളാഹുവിൻ്റെ പേരിൽ തടഞ്ഞു വെച്ച് ഇത്തരം സമ്പത്തുകൾ നൽകുന്നത്. ഇത് തട്ടിപ്പറിച്ചെടുക്കുന്ന കൊള്ളയടിക്ക് എങ്ങനെയാണ് സൗജന്യമായിട്ടൊരാൾ തന്നതാണ് എന്ന് പറയുക, പിടിച്ചെടുക്കുക, നോട്ടീസ് കൊടുക്കുക, വഖഫ് ബോർഡിൻ്റെതാണ് ഇനി മുതൽ ഇത് ക്ലെയിം ചെയ്യുന്നതിന് ഇവർക്ക് ഒരു റൂൾസും വേണ്ട, ഒരു നിയമവും പാലിക്കാതെയാണ് ഇവരിതൊക്കെ തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. മുനമ്പം ജനത അങ്ങനെ ആശ്വാസത്തിന്റെ ഒരു തീരത്ത് എത്തിയിരിക്കുകയാണ്. സത്യം. ഭേദഗതി നിയമങ്ങൾ അത് JPC അംഗീകരിച്ചിരിക്കുന്നു. ഇനി അത് പാർലമെന്റിലേക്ക് എത്തുകയാണ്. കാരണം നമ്മളൊക്കെ ഇന്ന് ഓരോ വീടുകളിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കളും നമ്മളുമൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഇത് എൻ്റേതാണ്, ഇനി മുതൽ നിങ്ങളിവിടെ ആരുമല്ല, നിങ്ങൾ അനധികൃതമായ കുടിയേറ്റക്കാരാണ്, നിങ്ങൾ ഈ വീട്ടിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകണം ഇത്ര ദിവസക്കകം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ അതിനേക്കാൾ പരിതാപകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ വഖഫ് ഓരോ വ്യക്തികളുടെയും കണ്ണായ കരളായ ഭൂമിയും ഷോപ്പുകളും അവരുടെ സ്ഥാവര ജംഗമങ്ങളൊക്കെ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വഖഫ് ബോർഡ് ഇങ്ങനെ ഒരു സംവിധാനമുണ്ട് എന്ന് മനസ്സിലായതുപോലും ഇവരുടെ ഈ കൊള്ളയടി പുറത്തു വന്നതിന് ശേഷമല്ലേ. അത് നല്ലതാണ്. കാരണം ജനങ്ങൾക്ക് മനസ്സിലായി UDF സർക്കാർ ഈ രാജ്യത്തെ ഭരിച്ചു മുടിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല മു-ങ്ങൾക്ക് തീരെഴുതി കൊടുക്കാൻ വരെ തയ്യാറായി നിൽക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം ഇന്ന് ജനങ്ങൾക്ക് കടന്നിരിക്കുന്നു. പക്ഷേ മുനമ്പത്ത് നടന്ന നാടകങ്ങളും മുനമ്പത്തെ ജനത അനുഭവിച്ച കഷ്ടപ്പാടുകളും അത് നമ്മുടെ ജനതയുടെ കേരളത്തിന്റെ മുഴുവൻ ചരിത്രത്തിൽ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു വലിയ ചരിത്രമായി, ഒരു വലിയ ഏടായി നിലനിൽക്കും. കാരണം ഇന്ത്യയിലെ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാണ് മുനമ്പം ജനത കഷ്ടത അനുഭവിച്ചത്. ഇന്ത്യയിലെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരുപാട് ജനതയ്ക്ക് വേണ്ടിയാണ് ഇത്രയും ദിവസങ്ങൾ മുനമ്പം ജനത ആ കടപ്പുറത്ത് അവിടെ നിരാഹാരം ഇരുന്നത്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അത് കണ്ടതാണ്. കേരളത്തിലെ രാഷ്ട്രീയക്കാർ മാത്രമാണ് അവരുടെ കൂടെ നിൽക്കാതിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും മനസ്സുകൊണ്ടും ആളും അർത്ഥവും ഉപയോഗിച്ച് മുനമ്പം ജനതയുടെ കൂടെ നിന്നതാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് JPC അംഗീകരിച്ച ഈ വഖഫ് വിഷയത്തിന്റെ ആ ഭേദഗതികൾ അടക്കം ഇനി പാർലമെന്റിലേക്ക് വരികയും അത് നിയമമാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ നാൾവഴികളെ കുറിച്ചും അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നും അതോടൊപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഈ വിഷയത്തിൽ കളിച്ച നാടകങ്ങളും ഈ വിഷയം, മുനമ്പം വിഷയം കേരളത്തിലെ സഭയ്ക്കും സമൂഹത്തിനും നൽകുന്ന മുന്നറിയിപ്പുകളും ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്യുന്നത്. ജോർജ്. അപ്പൊ ഇപ്പോ വഖഫ് ഭേദഗതി ബില്ല് JPC ഭേദഗതികളോടെ അംഗീകരിച്ചു. അതിനുശേഷം ഇനി പാർലമെന്റിലേക്ക് വരികയാണ്. അപ്പോൾ പാർലമെന്റിലേക്ക് വരുമ്പോൾ മുനമ്പം ജനത അപ്പോൾ ഒരു ചരിത്രപരമായ ഒരു മുഹൂർത്തത്തിലൂടെ മുനമ്പം ജനതയും കടന്നു പോവുകയാണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട അവസ്ഥ. കാരണം മുനമ്പം ജനതയുടെ പോരാട്ടത്തിന്റെ വിജയമാണിത്.
അവരുടെ പോരാട്ട വീര്യം ചോർന്നു പോകാതെ അവരെ എക്സൈറ്റഡ് ആക്കി അവരെ ലൈവായിട്ട് നിർത്തിയതിന് പിന്നിൽ പ്രതീക്ഷയോടുകൂടി അവർക്ക് വേണ്ടുന്ന അപ്പോൾ ആശ്വാസവാക്കെങ്കിൽ അങ്ങനെ, അതല്ല പിന്തുണയെങ്കിൽ അങ്ങനെ, അതൊക്കെ നൽകി പിടിച്ചു നിർത്തിയതിന് പിന്നിൽ BJPയും ഷെക്കൈന ന്യൂസ് പോലെയുള്ള അതുപോലെ ക്രിസ്ത്യൻ സഭകൾ ഇതൊക്കെ വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത്. മഹാരാജ്യത്ത് മുഴുവൻ ചർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു വഖഫ് വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നും എനിക്ക് തോന്നുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അല്പം കണക്കുകളുടെ കാര്യങ്ങളിൽ കൂടി പോയിട്ട് അങ്ങോട്ട് എത്താമെന്ന് തോന്നുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം ഈ മുനമ്പം വിഷയത്തെക്കുറിച്ച്, അതിന്റെ ഭേദഗതികളെ കുറിച്ച് പറയുമ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം, ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഇതിന് മുനമ്പം ഈ പ്രോപ്പർട്ടികൾ അത് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി അവർ നിയമം ഉണ്ടാക്കിയ കാര്യത്തെക്കുറിച്ചെല്ലാം പറയുന്നത്. പക്ഷേ ഇതേ ബ്രിട്ടീഷുകാർ ഈ സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഇവർ മനഃപൂർവ്വം വിട്ടുകളയുന്നുണ്ട്. ബ്രിട്ടീഷുകാര് ഇതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞു, ഇത് ദ വേസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് പെർണീഷ്യസ് കൈൻഡ് എന്നാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത്. അത്ര വൃത്തികെട്ട ഒരു സിസ്റ്റമാണ് ഇത് എന്ന് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് ബ്രിട്ടീഷുകാർ ഇതിനെ പറഞ്ഞു വെച്ചത്, ഈ സിസ്റ്റത്തെ പറഞ്ഞു വെച്ചത്. അതിനെയാണ് ആളുകൾ എടുത്ത് ഇപ്പോൾ ഇതിന് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു കാര്യമുണ്ടാകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇത് പറഞ്ഞത് എന്ന് ഇന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ഇത്രയും പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇത്ര മോശമായ ഒരു സിസ്റ്റമാണ് പറഞ്ഞത്. അപ്പോൾ അന്നേ ബ്രിട്ടീഷുകാർക്ക് അറിയാമായിരുന്നു ഇത് എന്നെങ്കിലും ഇതിനൊരു അടി നടക്കും എന്നുള്ളത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ബ്രിട്ടീഷുകാർ മനഃപൂർവ്വം ഇങ്ങനെ ഒരു പാര വെച്ചു. കാരണം ബ്രിട്ടീഷുകാർക്ക് വളരെ നന്നായിട്ട് ഇവരുടെ രീതികൾ അറിയാം. ഇവരുമായിട്ട് ഇടപെട്ട് നഖത്തിന്റെ ഇടയ്ക്കു വരെ ചതി പതിയിരിക്കുന്ന വിഭാഗമാണ് ഇവരെന്ന് ബ്രിട്ടീഷുകാർക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ ഇതുമായിട്ട് ഇവർ തലപൊക്കി വരുമെന്നും അറിയാം. ഒരു പണി, ഒരു പാര അവിടെ ഇട്ട് വെച്ചതാ പോയതാണോ എന്ന് പോലും തോന്നിയിട്ടുണ്ട്. സത്യം പിന്നീട് വന്ന കോൺഗ്രസ് സർക്കാർ എത്ര കാലങ്ങൾക്ക് പുറകിലേക്ക് വേണമെങ്കിൽ ഈ പ്രോപ്പർട്ടികൾ ഇവർക്ക് ക്ലെയിം ചെയ്യാം എന്ന് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബംഗാളിന്റെ നവാബ് അടക്കം, അതുപോലെ തന്നെ മുഗൾ ഭരണമടക്കം, അതുപോലെ നൈസാം അടക്കം, ഇങ്ങനെ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഭരിച്ചത് ഇവരാണ്. അപ്പോൾ ഭൂരിഭാഗം ഭരിച്ച് ഇവരെ സംബന്ധിച്ച് ഇതിന്റെ ഉള്ളിൽ എത്രയോ പ്രോപ്പർട്ടികൾ ഇനിയും ക്ലെയിം ചെയ്യാൻ കിടക്കുന്നു എന്നുള്ള ഒരു വസ്തുത കൂടി നിൽക്കുന്നു. ടിപ്പു സുൽത്താൻ, മൈസൂരിൽ ടിപ്പു സുൽത്താൻ ഭരിച്ച കാലഘട്ടം. അപ്പൊ എത്ര പ്രോപ്പർട്ടികൾ ഇന്ത്യയിൽ ഇവർക്ക് ഇനിയും ക്ലെയിം ചെയ്യാൻ പാകത്തിൽ കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. അതേ അവസരത്തിലാണ് കോൺഗ്രസ് സർക്കാർ 2013 ഇവർക്ക് ഡൽഹിയിൽ ഏകദേശം അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഒരുപാട് സ്ഥലങ്ങൾ എഴുതി കൊടുത്തിട്ട് ഇറങ്ങി പോകുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് BJP സർക്കാർ അതൊന്ന് തിരിച്ചെടുക്കുകയും അതിപ്പോൾ കോടതിയിൽ കേസ് നടക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുത. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതിന്റെ ഒരു കണക്ക് നോക്കുമ്പോൾ ഏകദേശം 9.4 ലക്ഷം എന്നുവെച്ചാൽ 9,40,000 ഏക്കർ സ്ഥലം വഖഫ് ഭൂമി ഇന്ത്യൻ മിലിറ്ററിയും റെയിൽവേയും കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. അതുപോലെ തന്നെ ഈ വഖഫ് പ്രോപ്പർട്ടികൾ ക്ലെയിം ചെയ്തേക്കുന്നത് ഏകദേശം വഖഫ് എസ്റ്റേറ്റ്സ് രജിസ്റ്റേർഡ് നാഷണൽ വൈഡ് ഓരോ സ്റ്റേറ്റിലും രജിസ്റ്റർ ചെയ്തേക്കുന്നത് ഉത്തർപ്രദേശില് 1,24,735. അവിടെ എന്തുകൊണ്ടാണ് അവിടുത്തെ BJP ഗവൺമെന്റ് ഇങ്ങനെ ഇത്രയും മസിൽ പിടിക്കുന്നത്, UP ഇതുപോലെ മസിൽ പിടിക്കുന്നത് എന്നുള്ളത് നോക്കുമ്പോൾ 1,24,735 പ്രോപ്പർട്ടികളാണ് ക്ലെയിം ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് യോഗിയുടെ UPയിൽ 7 അയലത്ത് പോലും വഖഫിന്റെ ആളുകളെന്ന് പറഞ്ഞ്, വഖഫ് ബോർഡ് ആളുകളെന്ന് പറഞ്ഞിട്ട് കാലുകുത്താൻ പറ്റില്ല. വഖഫ് എന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അഴിയെണ്ണേണ്ടി വരും. കാരണം ലക്ഷക്കണക്കിന് പ്രോപ്പർട്ടികളാണ് UPയിൽ നിന്ന് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിരിക്കുന്നത് പിടിച്ചെടുക്കുന്നതിന് വേണ്ടി. 30,000 മുകളിൽ പ്രോപ്പർട്ടികൾ കർണാടക അടക്കം തെലുങ്കാന അടക്കം ഇവര് ക്ലെയിം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിന് താഴേക്ക് വരുമ്പോൾ പഞ്ചാബ്, അവിടെ ഏകദേശം 25,000-ഓളം പ്രോപ്പർട്ടികൾ ക്ലെയിം ചെയ്തേക്കുന്നു. പിന്നെ ഹരിയാന അടക്കമുള്ള, ജമ്മു കാശ്മീർ അടക്കമുള്ള എല്ലാത്തിലും 10,000-ന് മുകളിൽ, കേരളത്തിൽ 10,000-ന് മുകളിലുണ്ട്, മധ്യപ്രദേശിൽ 10,000-ന് മുകളിൽ, രാജസ്ഥാനിൽ അതുപോലെയുണ്ട്. ഇങ്ങനെ ഗുജറാത്ത് അടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം ഇതുപോലെ വ്യാപകമായിട്ട് ഇവർ ക്ലെയിം ചെയ്തേക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് എത്രത്തോളം ഇന്ത്യയുടെ എന്ന് വെച്ചാൽ ഒരു കാലത്ത് രാജവംശങ്ങൾ ഭരിച്ച് അങ്ങ് കടന്നുപോയി. ഇനി ഈ പ്രോപ്പർട്ടികളുടെ എല്ലാം കൂടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ മറ്റൊരു രാജവംശം പോലെ ഇവര്, അതും ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം മഹാരാഷ്ട്ര അടക്കമുള്ള സ്ഥലങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും പ്രധാന ഡൽഹി അടക്കമുള്ള എത്രയോ ആയിരക്കണക്കിന് കോടിയുടെ മൂല്യമുള്ള സ്വത്തുക്കളാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു പാകിസ്ഥാൻ വിഭജിച്ചു പോയി, ഒരു ബംഗ്ലാദേശ് വിഭജിച്ചു പോയി, മറ്റൊരു വശത്ത് കൂടി ഇവർ വീണ്ടും ഇന്ത്യയെ കാർന്നു നിന്ന അവസ്ഥയുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ എത്തി നിൽക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ബില്ല് അടക്കം വരുന്നത്, അതുപോലെ തന്നെ എനിമി ആക്ട് മറ്റൊരു വശത്തോട് വരികയാണ്. പാകിസ്ഥാൻ ഇന്ത്യക്കാരുടെ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന സ്വത്തുക്കൾ പാകിസ്ഥാൻ പിടിച്ചെടുക്കുകയും അവിടെയുള്ള ആളുകൾക്ക് വിധിച്ച് കൊടുക്കുകയും ചെയ്തു. ഇന്ത്യ മറിച്ച് ഇവിടെ അത് സെക്യൂർ ചെയ്തു. പക്ഷേ ഇന്ന് ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു മുസ്ലിം കോർപ്പറേറ്റിനെ കൂടി വളർത്തി എങ്ങനെ കൊണ്ടുവരാം ഈ രാജ്യത്ത്, ഒന്നുകൂടി ഈ രാജ്യത്തെ ഭാവിയിൽ വിഭജിക്കുന്നതിന് വേണ്ടി, അതിനുവേണ്ടിയുള്ള തിരി തെളിയിക്കുകയായിരുന്നു അന്ന് ഇവിടെ നിന്ന് പോയ ഹിന്ദുക്കളുടെ ഭൂമി വഖഫ് ബോർഡിന് പതിച്ചു നൽകുന്നതിലൂടെ ഈ UDF സർക്കാർ പഠിപ്പിച്ചത്. ഗുജറാത്തികൾ അധികാരത്തിൽ വന്നപ്പോൾ കൃത്യമായി ഈ ഭാവന ഇതിനെയെല്ലാം ഡിഫൈൻ ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ എന്താണെങ്കിലും
ഇങ്ങനെ വരുമ്പോൾ ഈ മുനമ്പത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം വഖഫ് ബോർഡിന്റെ അനിയന്ത്രിതമായ ആർത്തിയുടെ ഫലമാണ് ഇന്ന് ഉണ്ടായേക്കുന്നത്. വഖഫ് ബോർഡിന് തന്നെ അത് പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. അവര് ആളും അർത്ഥവും രാഷ്ട്രീയവും എല്ലാം ഉപയോഗിച്ച് അവർ പിടിച്ചെടുത്ത സ്വത്തുക്കൾ ഇന്ന് പോകുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വഖഫ് മുനമ്പംകാർ ചരിത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ ജോർജ്, എങ്ങനെയാണ് നമുക്ക് ഇതിനെ വിലയിരുത്താൻ കഴിയും? ഈ JPC യുടെ ഈ ബില്ല് വന്നു, ഇനി അതെങ്ങനെ ഏത് രീതിയിലേക്ക് മാറും, അതിന്റെ ഭേദഗതികൾ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ പോകുമെന്നാണ് വിലയിരുത്തുന്നത്? അതായത് ഒരു രാജ്യത്ത് ജനാധിപത്യ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ സുദൃഢമായ ഒരു ഭരണഘടന ഉണ്ടായിരിക്കെ അതുക്കും മേലെ ഒരു ശരീഅത്ത് നിയമം ഒരു രാജ്യത്തെ പിടിമുറുക്കിയാൽ പൊതുനിയമം എങ്ങനെയാണ് ആ മതനിയമത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഈ വഖഫ് ബോർഡിന്റെ അവരെ കൊണ്ടുവന്ന ബില്ല്, വഖഫ് ബോർഡിന് ഏത് പ്രോപ്പർട്ടി വേണമെങ്കിലും ചൂണ്ടിക്കാണിച്ച് ക്ലെയിം ചെയ്യാം. അവർക്ക് ഒരു പേപ്പറോ ഒരു നികുതി അടച്ച ചീട്ട് പോലും കാണിക്കേണ്ടതില്ല. ആധാരത്തിൽ വഖഫ് എന്ന പേരുണ്ട്, ഒന്നും വേണ്ട. അൺലിമിറ്റഡ് ആയിട്ടുള്ള അവകാശങ്ങളും അധികാരങ്ങളും അവർക്ക് നൽകിയപ്പോൾ ഒരു മതേതര ഭരണകൂടം എങ്ങനെയാണ് ഈ നിയമത്തെ പ്രതിരോധിക്കേണ്ടത് എന്ന് ഈ വഖഫ് ബോർഡിന്റെ ഭേദഗതി ബില്ലിലൂടെ പഠിപ്പിക്കുകയാണ്. നന്ദി.